Hello dear students, welcome back to ISKSA English. Dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതായത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, അതിൻ്റെ ഫോർമാറ്റ്, അതിൻ്റെ യൂസസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് പ്രസന്റ് പെർഫെക്റ്റ്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റിന്റെ ഫോർമാറ്റ്. ഓക്കെ, നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യല്ലേ. അപ്പോൾ എന്താണ് പ്രസന്റ് പെർഫെക്റ്റിന്റെ ഫോർമാറ്റ്? സാധാരണ പോലെ എല്ലാ ടെൻസിലും വരുന്ന പോലെ തന്നെ ആദ്യം വരുന്നത് സബ്ജക്റ്റ്, ദെൻ ഹാസ് ഓർ ഹാവ്. അതായത് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഹാസ്, അതല്ല പ്ലൂരൽ ആണെങ്കിൽ ഹാവ്. പിന്നെ നമ്മൾ ഉപയോഗിക്കേണ്ടത് വെർബിന്റെ മൂന്നാമത്തെ രൂപം, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വെർബ്. ഈ മൂന്നാമത്തെ രൂപത്തിനാണ് നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയാം. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വെർബ്, ഇതാണ് ഇതിന്റെ ഫോർമാറ്റ്. ഓക്കെ, ഇനി നമുക്ക് യൂസസ് നോക്കാം. ഒന്നാമതായിട്ട് ടു ഡിനോട്ട് എ റീസെന്റ് ആക്ഷൻ ഫോർ വിച്ച് ടൈം ഈസ് നോട്ട് മെൻഷൻഡ്. അതായത് സമയം മെൻഷൻ ചെയ്യാത്ത റീസെന്റ് ആക്ഷൻ. അതായത് പ്രവൃത്തി റീസെന്റ് ആണ്, അടുത്ത് നടന്നതാണ്, പക്ഷേ അതിൻ്റെ കൂടെ സമയം പറയുന്നില്ല. അപ്പൊ സമയം മെൻഷൻ ചെയ്യാത്ത, ടൈം ഈസ് നോട്ട് മെൻഷൻഡ്. എക്സാമ്പിൾ ശ്രദ്ധിച്ചു നോക്കൂ. സിദ് ഹാസ് ഫിനിഷ്ഡ് റൈറ്റിംഗ് ദ എക്സാമിനേഷൻ. സിദ്ധിന്റെ പരീക്ഷ എഴുതല് കഴിഞ്ഞു. സിദ് ഹാസ് ഫിനിഷ്ഡ് റൈറ്റിംഗ് ദ എക്സാമിനേഷൻ. എപ്പോഴാണ് കഴിഞ്ഞത്? ഇപ്പൊ കഴിഞ്ഞു. സിദ് ഹാസ് ഫിനിഷ്ഡ്, പ്രസന്റ് പെർഫെക്റ്റ്, ഹാസ് ഫിനിഷ്ഡ്, ഹാസ് പ്ലസ് ഫിനിഷ്ഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. സിദ് ഹാസ് ഫിനിഷ്ഡ് റൈറ്റിംഗ് ദി എക്സാമിനേഷൻ. പക്ഷെ ഇവിടെ ടൈം മെൻഷൻ ചെയ്യുന്നില്ല, പക്ഷെ എപ്പോഴും കഴിഞ്ഞിട്ടുള്ളൂ. അടുത്ത എക്സാമ്പിൾ, സിദ് ഹാസ് ജസ്റ്റ് കം ഔട്ട്. എപ്പോഴാണ് പുറത്തു വന്നത്? ഇപ്പൊ ഇങ്ങോട്ട് വന്നുള്ളൂ, ടൈം പറയുന്നില്ല. സിദ് ഹാസ് ജസ്റ്റ് കം ഔട്ട്. ജസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇങ്ങോട്ട്. സിദ് ഹാസ് ജസ്റ്റ് കം ഔട്ട്. സിദ് ഇപ്പൊ ഇങ്ങോട്ട് പുറത്തേക്ക് വന്നു. അപ്പൊ ഇതാണ് ടൈം മെൻഷൻ ചെയ്യാത്ത ആക്ഷൻ. രണ്ടാമത്തെ യൂസ് to denote something that is continuing from the past up to the present moment. അതായത് പാസ്റ്റിൽ തുടങ്ങിയ സംതിങ് അത് പ്രസന്റിലേക്ക് തുടരുന്നു. കണ്ടോ? ഡിനോട്ട് സംതിങ് ദാറ്റ് ഈസ് കണ്ടിന്യൂയിങ് ഫ്രം ദ പാസ്റ്റ് അപ് ടു ദ പ്രസന്റ്. പാസ്റ്റിൽ നിന്നും പ്രസന്റിലേക്ക് തുടരുന്നു. എക്സാമ്പിൾ, സിദ് ഹാസ് പ്രിപ്പയർഡ് ഫോർ സിവിൽ സർവീസ് എക്സാമിനേഷൻ. സിദ് എന്ത് ചെയ്യുന്നുണ്ട്? സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. സിൻസ് 2018, 2018 മുതൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവ 2018 തുടങ്ങിയിട്ട് അപ് ടു പ്രസന്റ് ഇപ്പോഴും അത് തുടരുന്നു. അപ്പൊ പാസ്റ്റിൽ നിന്നും ഇപ്പോഴേക്ക് നിർത്തിയിട്ടില്ല, ഇപ്പോഴും തുടരുന്നു. അടുത്തത്, സിദ് ഹാസ് ലിവ്ഡ് ഇൻ ദിസ് വില്ലേജ് ഫോർ 20 ഇയേഴ്സ്. 20 വർഷത്തോളമായിട്ട് സിദ് ഈ ഗ്രാമത്തിൽ ജീവിക്കുന്നു. എപ്പോഴാണ് തുടങ്ങിയത്? 20 വർഷം മുൻപ്, അല്ലെ? 20 വർഷമായിട്ട്, 20 വർഷത്തോളമായിട്ട് സിദ് ഈ ഗ്രാമത്തിൽ ജീവിക്കുന്നു. അപ്പോൾ മുമ്പ് തുടങ്ങിയതാണ് പാസ്റ്റില്, 20 വർഷങ്ങൾക്ക് മുൻപ്, ഇപ്പോഴും തുടരുന്നുണ്ട്. ഇനി അടുത്തത്, ടു ഡിനോട്ട് എ കംപ്ലീറ്റഡ് ആക്ടിവിറ്റി ഓർ ഒക്കറൻസ് വിച്ച് എക്സ്റ്റെൻഡഡ് ഫ്രം സം പോയിന്റ് ഓഫ് ടൈം ഇൻ ദ പാസ്റ്റ് അപ് ടു ദ പ്രസന്റ്. അതായത് കംപ്ലീറ്റ് ആയ ഒരു പ്രവൃത്തി, ഡിനോട്ട് എ കംപ്ലീറ്റഡ് ആക്ടിവിറ്റി ഓർ ഒക്കറൻസ്, ഒരു സംഭവം. അതായത്
മുഴുവനായിട്ടുണ്ട്, കംപ്ലീറ്റഡ് ആണ്. അതും പാസ്റ്റിലെ ഒരു നിശ്ചിത സമയത്ത് കണ്ടോ, which extended from some point of time in the past up to the present. പാസ്റ്റിൽ ഒരു സമയത്ത് തുടങ്ങിയിട്ട് ഇതുവരെ തുടർന്നു, ബട്ട് അതിപ്പോൾ കംപ്ലീറ്റഡ് ആയി. ഇതുവരെ തുടർന്നു പക്ഷെ അത് കംപ്ലീറ്റ് ആയി. എക്സാമ്പിൾ നോക്കൂ. സിദ് ഹാസ് റിട്ടൺ 2 essays since morning. രാവിലെ തൊട്ട് ഇതുവരെ സിദ് 2 essay എഴുതി. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സിദ് 2 essay എഴുതി കഴിഞ്ഞു. പാസ്റ്റിലാണ് തുടങ്ങിയത് പക്ഷെ കംപ്ലീറ്റ് ആയി. പാസ്റ്റിൽ തുടങ്ങിയിട്ട്, അതാണ് പറഞ്ഞത്, പാസ്റ്റിൽ ഒരു സമയത്ത് തുടങ്ങിയിട്ട് അത് പ്രസന്റിൽ കംപ്ലീറ്റ് ആവുന്നു. പ്രസന്റ് വരെ വരുന്നു പക്ഷെ പ്രസന്റിൽ എന്ത് ചെയ്യുന്നു, കംപ്ലീറ്റ് ആവുന്നു. എസ് എഴുതാൻ തുടങ്ങിയത് രാവിലെയാണ് പക്ഷെ ഇപ്പോൾ അത് എന്തായിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത എക്സാമ്പിൾ. സിദ് ഹാസ് കറക്റ്റഡ് മെനി ഡോക്യുമെന്റ്സ് സിൻസ് മിഡ്നൈറ്റ്. അർദ്ധരാത്രി മുതൽ, മിഡ്നൈറ്റ് മുതൽ ഒരുപാട് ഡോക്യുമെന്റ്സ് സിദ് എന്ത് ചെയ്തിട്ടുണ്ട്, കറക്റ്റ് ചെയ്തു. അതായത് മിഡ്നൈറ്റിൽ, ഇപ്പൊ നേരം വെളുത്തിട്ടുണ്ട്, മിഡ്നൈറ്റ് മുതൽ, സിൻസ് മിഡ്നൈറ്റ്, മിഡ്നൈറ്റ് മുതൽ ഒരുപാട് ഡോക്യുമെന്റ്സ് കറക്റ്റ് ചെയ്തു. ദാറ്റ് ഈസ് കംപ്ലീറ്റഡ്. പക്ഷേ പാസ്റ്റിലെ സം പോയിന്റ് ഓഫ് ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്തത്. കണ്ടോ, ഈ ഒരു വർക്ക് എക്സ്റ്റെൻഡഡ് ഫ്രം സം പോയിന്റ് ഓഫ് ടൈം ഇൻ ദ പാസ്റ്റ് അപ് ടു ദ പ്രസന്റ്. അതായത് പാസ്റ്റിലെ ഒരു സമയത്ത് തുടങ്ങിയിട്ട് പ്രസന്റ് വരെ എന്ത് ചെയ്യുന്നു, എക്സ്റ്റെൻഡ് ചെയ്യുന്നു. പക്ഷേ അതെന്ത് ചെയ്യുന്നു, ഫിനിഷ് ആകുന്നു. ഇനി അടുത്തത്, ടു ഡിനോട്ട് ആൻ ആക്ഷൻ ദാറ്റ് വാസ് കംപ്ലീറ്റഡ് ഇൻ ദ പാസ്റ്റ്. ഇനി നമ്മൾ പറയുന്നത് പാസ്റ്റിൽ കംപ്ലീറ്റഡ് ആയ ഒരു ആക്ഷൻ ആണ്. ആക്ഷൻ പാസ്റ്റിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ബട്ട് ദ റിസൾട്ട് ഓഫ് ദാറ്റ് ആക്ഷൻ ക്യാൻ സ്റ്റിൽ ബി പെർസീവ്ഡ്. പക്ഷെ ആ ആക്ഷന്റെ റിസൾട്ട് നമുക്ക് ഇപ്പോഴും അവിടെ നമുക്ക് കാണാൻ കഴിയും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിന്റെ റിസൾട്ട്. കാരണം പാസ്റ്റിൽ അത് നടന്നു എന്നുള്ളത് നമുക്ക് ഇപ്പോഴും നമുക്ക് മനസ്സിലാവും അവിടെ ചെന്ന് കഴിഞ്ഞാൽ. എക്സാമ്പിൾ നോക്കൂ. സിദ് ഹാസ് ബോട്ട് എ വാഷിംഗ് മെഷീൻ. സിദ് ഒരു വാഷിംഗ് മെഷീൻ വാങ്ങി, മീൻസ് വാങ്ങി കഴിഞ്ഞു. വാങ്ങൽ പാസ്റ്റിൽ നടന്നു. പക്ഷെ നമുക്കത് നടന്നു എന്ന് എങ്ങനെ മനസ്സിലാവുക? അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ വാഷിംഗ് മെഷീൻ അവിടെ ഉണ്ടാവും. അതാണ് പറയുന്നത്. കാരണം നമുക്ക് ഇപ്പോഴും അത് പെർസീവ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് അവിടെ കാണാം. അടുത്തൊരു എക്സാമ്പിൾ. സിദ് ഹാസ് ലേൺഡ് ഹിസ് ലെസൺസ്. സിദ് എന്ത് ചെയ്തിട്ടുണ്ട്? അവന്റെ പാഠങ്ങൾ പഠിച്ചു. അത് എങ്ങനെ പെർസീവ് ചെയ്യാം? അവനോട് ചോദ്യം ചോദിച്ചാൽ മതി, അവൻ ആൻസർ പറയും. ഇനി അടുത്തത് അടുത്ത യൂസ് പറയുന്നത് ടു ഡിനോട്ട് ഹാബിച്വൽ ആക്ഷൻസ്. ഹാബിച്വൽ ആക്ഷൻസ് ഇല്ലേ, ഹാബിറ്റ്, ശീലങ്ങൾ പറയാൻ, ഹാബിറ്റ് പറയാൻ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാം. എക്സാമ്പിൾ, they have always helped each other. അവര് എല്ലായ്പ്പോഴും പരസ്പരം സഹായിച്ചു. അടുത്തത്, I have always finished my work on time. ഞാൻ എല്ലായ്പ്പോഴും എൻ്റെ വർക്ക് സമയത്തിൽ ഫിനിഷ് ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്തു. ഓൾവേസ് ഫിനിഷ്ഡ്, ഞാൻ എല്ലായ്പ്പോഴും അങ്ങനെ ചെയ്യുന്നു. ഹാബിറ്റ് ആയതുകൊണ്ട് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല, ചെയ്യുന്നു എല്ലായ്പ്പോഴും, കേട്ടോ. ഇനി പ്രസന്റ് പെർഫെക്റ്റിനെ കാണിക്കുന്ന ടൈം വേർഡ്സ്. നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ആണെന്ന് എങ്ങനെ മനസ്സിലാവും? നമുക്ക് ക്ലൂ ആയിട്ടുള്ള ചില ടൈം വേർഡ്സ് ഏതൊക്കെയാ? ജസ്റ്റ്, ജസ്റ്റ് നൗ, ഓൾറെഡി, റീസെന്റ്ലി, ലേറ്റ്ലി, ടിൽ നൗ, up to now, so far, yet, ever, never, since, for, this month, this morning, this evening, this afternoon. ഇതൊക്കെ പ്രസന്റ് പെർഫെക്റ്റിൽ വരുന്ന, ഇതെല്ലാം
പ്രസന്റ് പെർഫെക്റ്റിൽ വരുന്ന ടൈം വേർഡ്സ് ആണ്. അപ്പൊ ഇത് നമുക്കൊരു ക്ലൂ ആണ്. എന്ത്? പ്രസന്റ് പെർഫെക്റ്റ് ആണെന്നുള്ളതിന്റെ ഒരു ക്ലൂ. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പൊ ഇവിടെ തന്നെ പ്രസന്റ് പെർഫെക്റ്റും കണ്ടിന്യൂസും പാടെ അല്ലേ? അപ്പൊ ഇതിന്റെ ഫോം നമുക്ക് നോക്കാം. എന്താണ് ഇതിന്റെ ഫോം? എല്ലാറ്റിലും പറയുന്ന പോലെ സബ്ജക്റ്റ് വേണം. പ്രസന്റ് പെർഫെക്റ്റ് ആയതുകൊണ്ട് ഹാസോ ഹാവോ. സബ്ജക്റ്റ് ഹാസോ ഹാവോ. സിംഗുലർ ആണെങ്കിൽ ഹാസ്, പ്ലൂറൽ ആണെങ്കിൽ ഹാവ്. പിന്നെ അതിനോട് ചേർന്നിട്ട് ബീന് വേണം കേട്ടോ. ബീന് വേണം. പിന്നെ കണ്ടിന്യൂസ് അല്ലേ? കണ്ടിന്യൂസ് ആയതുകൊണ്ട് പ്രസന്റ് പാർട്ടിസിപ്പിൾ വേണം. എന്താ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ V1 + ing. അതിനാണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ യൂസ് നോക്കാം. എക്സാമ്പിൾ പറയാത്തത്, യൂസിലൊക്കെ നമ്മൾ എക്സാമ്പിൾ പറയല്ലേ, പിന്നെ എന്തിനാ വേറെ പറയുന്നത് വെച്ചിട്ടാണ് കേട്ടോ. എക്സാമ്പിൾ നോക്കൂ. 1, to denote an action that began in the past and is still progressing in the present. അതായത് പാസ്റ്റിൽ തുടങ്ങുന്ന ഒരു കാര്യം പ്രസന്റിലും തുടർന്നുകൊണ്ടിരിക്കുന്നു. എപ്പോഴാണ് തുടങ്ങുക? പാസ്റ്റിൽ തുടങ്ങുന്നു എന്നിട്ട് അത് എന്ത് ചെയ്യുന്നു? പ്രസന്റിലും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. എക്സാമ്പിൾ നോക്കൂ. എക്സാമ്പിൾ, he has been teaching in this college. ഈ കോളേജിൽ അവൻ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. for the last 5 years. കഴിഞ്ഞ 5 വർഷമായിട്ട്. അപ്പൊ ഇന്നാണോ തുടങ്ങിയത്? അല്ല, കഴിഞ്ഞ 5 വർഷം. പക്ഷെ ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ പ്രസന്റിലും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മൾ മൊത്തത്തിലുള്ള ആ ഒരു സമയത്തെ 5 വർഷത്തോളം ആ ഒരു പീരീഡ് ഓഫ് ടൈമിനെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഫോർ ഉപയോഗിച്ചു. അടുത്ത എക്സാമ്പിൾ, they have been doing business. അവര് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സിൻസ് 1990. 1990 മുതൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴോ ഈ 2025 ചെയ്തുകൊണ്ടിരിക്കുന്നു. കേട്ടോ, 1990 മുതൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനർത്ഥം ഇപ്പോഴും അന്ന് തുടങ്ങിയിട്ട് അല്ലെ ഏകദേശം 25 വർഷമായിട്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അടുത്തൊരു യൂസ് എന്ന് പറയുന്നത് ടു ഡിനോട്ട് ആക്ഷൻസ് ദാറ്റ് ആർ ഓൾറെഡി കംപ്ലീറ്റഡ്. കംപ്ലീറ്റ് ആയ കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ ഓൾറെഡി കംപ്ലീറ്റഡ്. The result of such actions can still be noticed in the present. അപ്പൊ അത്തരം കംപ്ലീറ്റഡ് ആയ കാര്യങ്ങൾ അവയുടെ റിസൾട്ട് പ്രസന്റിലായിരിക്കും കേട്ടോ. കംപ്ലീറ്റഡ് ആയത് നോക്കൂ. ഒരു എക്സാമ്പിൾ നോക്കൂ. വൈ ഡു യു ലുക്ക് സോ ടയേർഡ്. ഇത് സിമ്പിൾ പ്രസന്റ്. അതാണ് പറഞ്ഞത് റിസൾട്ട്. എന്തുകൊണ്ടാണ് താങ്കൾ ക്ഷീണിതനായിരിക്കുന്നത്? യു ലുക്ക് സോ ടയേർഡ്. സിമ്പിൾ പ്രസന്റ്. കണ്ടോ? അപ്പൊ ഐ ഹാവ് ബീൻ പ്രാക്ടീസിങ് സ്കേറ്റിംഗ്. ഞാൻ സ്കേറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ കാര്യമാണ്. പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷെ അതിന്റെ റിസൾട്ട് ഇപ്പോഴാണ് കാണുന്നത്. ആള് ടയേർഡാണ്. അടുത്തത്, ഹാവ് യു ഹാഡ് യുവർ ലഞ്ച്. ലഞ്ച് കഴിച്ചോ? ഹാവ് യു ഹാഡ് യുവർ ലഞ്ച്? നോ, ഐ ഹാവ് ബീൻ ക്ലീനിങ് മൈ റൂം. ഞാൻ എൻ്റെ റൂം ക്ലീൻ ചെയ്യുകയായിരുന്നു അല്ലേ? അപ്പൊ അതുകൊണ്ട് ലഞ്ച് കഴിക്കാൻ കഴിഞ്ഞില്ല. കണ്ടോ? അതും നോക്കൂ. ഹാവ് യു ഹാഡ് യുവർ ലഞ്ച്. ഹാവ് യു ഹാഡ് യുവർ ലഞ്ച്. ആ ചോദ്യം പ്രസന്റ് പെർഫെക്റ്റിലാണ്. ഹാവ് യു ഹാഡ്, അതായത് യു എന്നുള്ള സബ്ജക്റ്റ്, ഹാവ് യു ഹാഡ്, ദെൻ പ്രസന്റ് പെർഫെക്റ്റ് ആണ്. യു ഹാവ് ഹാഡ്, പ്രസന്റ് പെർഫെക്റ്റ്.
അതിന്റെ ആൻസർ നോക്കൂ. ഐ ഹാവ് ബീൻ ക്ലീനിങ് മൈ റൂം. ഞാൻ എൻ്റെ റൂം ക്ലീൻ ചെയ്യുകയായിരുന്നു. അപ്പൊ അത് കംപ്ലീറ്റഡ് ആണ്. കാരണം അല്ലെങ്കിൽ വന്ന് നോക്കുമ്പോൾ റൂം ക്ലീൻ ചെയ്യുന്നത് കാണൂലേ. അതായത് ഭക്ഷണം കഴിച്ചിട്ടില്ല, പ്രസന്റ് ആണ്. കാരണം വന്ന് നോക്കുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പൊ ചോദിക്കാണ് ഹാവ് യു ഹാഡ് യുവർ ലഞ്ച്? ലഞ്ച് കഴിച്ചോ? ലഞ്ച് കഴിച്ചോ? കഴിച്ചിട്ടുണ്ടോ? ലഞ്ച് കഴിച്ചോ എന്ന് ചോദിക്കാണ്. അപ്പൊ ഇല്ലാന്നാ പറയുന്നത്. എന്താണ്? വീട് ക്ലീൻ ചെയ്യായിരുന്നു, പക്ഷെ ഇപ്പൊ അത് കംപ്ലീറ്റഡ് ആണ്. ഇനി നോക്കൂ ടൈം വേർഡ്സ്. ഇതിലുപയോഗിക്കുന്നത് ഒന്ന് സിൻസ്, ഡിനോട്ട്സ് പോയിന്റ് ഓഫ് ടൈം, ഒരു നിശ്ചിതമായ സമയത്തെ. എക്സാമ്പിൾ നോക്കൂ. ഐ ഹാവൻറ്റ് സീൻ ഹിം സിൻസ് ട്യൂസ്ഡേ. ട്യൂസ്ഡേ മുതൽ പോയിന്റ് ഓഫ് ടൈം ആണ്. അതായത് ട്യൂസ്ഡേ വ്യക്തമായിട്ടുള്ള സമയം, കൃത്യമായ സമയം. എന്ന അടുത്ത ഒരു ടൈം വേർഡാണ് ഫോർ. ഫോർ ഡിനോട്ട് ചെയ്യുന്നത് പീരീഡ് ഓഫ് ടൈം, ഒരു ഏകദേശ സമയം. ഐ ഹാവൻറ്റ് സീൻ ഹിം ഫോർ 2 weeks. 2 ആഴ്ചയോളമായിട്ട്. കൃത്യമായി പറയുകയാണെങ്കിൽ 14 ദിവസം. അപ്പൊ 2 ആഴ്ചയോളം എന്ന് പറയുമ്പോൾ ഇവിടെ മേ ബി അത് 15ഓ 16ഓ ആവാം, 12ഓ 13ഉം ആവാം. അപ്പൊ ഏകദേശ കണക്ക് അതാണ് എന്ത്? ഒരു പീരീഡ് ഓഫ് ടൈം എന്ന് പറയുമ്പോൾ. അപ്പൊ നോക്കൂ, നമ്മളിപ്പോ ഇവിടെ പ്രസന്റ് പെർഫെക്റ്റും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് 2 ടെൻസുകൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങളൊക്കെ വീഡിയോ കംപ്ലീറ്റ് ആയി കണ്ട ശേഷം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യാം, അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.